ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുകയും അമേരിക്ക ഇസ്രായേലിന് വൻതോതിൽ ആയുധങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന കൊടുത്തുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ യുദ്ധം തീർന്നിട്ടില്ലല്ലോ. പാകിസ്ഥാനിൽ വെച്ച് ചർച്ച നടക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ താൽക്കാലിക വെടിനിർത്തലാണ്, ഏത് നിമിഷം പൊട്ടിപ്പുറപ്പെടാം. ഇറാന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ, പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ യുറേനിയം ആണ്, അതുമേ തൊട്ട് കളി വേണ്ട എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊരു തീരുമാനമാവില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഈ ചർച്ചയും എവിടെയും എത്തുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. യുദ്ധം പതിവിന് വിപരീതമായി കൂടും. ഇത്തവണ ഇസ്രായേൽ ആയിരിക്കും ഇനി ഇറാനെ അടിക്കാൻ പോകുന്നത്. അമേരിക്കയ്ക്ക് അടിക്കാൻ കഴിയില്ല. അമേരിക്കയ്ക്ക് 30-ന് ശേഷം അടിക്കാൻ കഴിയില്ല. പാർലമെന്റ് അനുമതി കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ പിന്നെ സെപ്റ്റംബർ 11 പോലെ എന്തെങ്കിലും ഒരു വിഷയം ഇറാൻ അമേരിക്കയിൽ നടത്തുന്നു അല്ലെങ്കിൽ നടത്തുമെന്ന് ട്രംപിന് തെളിയിക്കേണ്ടി വരും. അതിനുള്ള സാധ്യതയൊന്നുമില്ല. അതുകൊണ്ട് അമേരിക്കയ്ക്ക് നേരിട്ട് യുദ്ധം ചെയ്യാൻ പറ്റാതെ വരും. പകരം ഇസ്രായേലിനെ കൊണ്ട് പരോക്ഷമായി ഇസ്രായേലിനെ സഹായിച്ചുകൊണ്ട് യുദ്ധം തുടങ്ങാനാണ് സാധ്യത. അതിനൊരു വലിയ സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഈ വെടിനിർത്തലൊക്കെ ക്ഷണികമാണ്. ഇപ്പോഴത്തെ ട്രംപിന്റെ നിലവിളി ഇനി കൂടാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കി. ട്രംപ് യുദ്ധം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ട്രംപിന് കൂടാൻ കിടക്കുന്നേ ഉള്ളൂ. ഈ കഴിഞ്ഞ കുറെ കാലമായി അമേരിക്ക ചെയ്യുന്ന യുദ്ധം, കഴിഞ്ഞ കുറച്ചുകളായിട്ട് ചെയ്യുന്ന യുക്രൈൻ റഷ്യ യുദ്ധം, അതിലൊക്കെ അമേരിക്ക കണ്ടമാനം ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനു പിന്നാലെ ഇപ്പോ പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധത്തിൽ ഇസ്രായേലിന് വൻതോതിൽ ആയുധങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല സാമ്പത്തിക സഹായം കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വൻ ആയുധ സഹായം ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് അമേരിക്കയ്ക്ക് മേൽ ചെറിയ സമ്മർദ്ദമല്ല വരുന്നത്. കഴിഞ്ഞ കൊറോണയ്ക്ക് ശേഷം ആയുധ നിർമ്മാണ മേഖലയില് അമേരിക്ക വളരെ പിന്നോട്ടാണ്. അതായത് സ്റ്റോക്കില്ല, ഉള്ള സാധനങ്ങൾ അടിച്ചു തീർക്കുന്നതല്ലാതെ പുതിയത് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അതിന് തക്കവണ്ണം സാധന സാമഗ്രികൾ കിട്ടുന്നില്ല. അവർക്ക് അത്യന്താധുനിക സംവിധാനങ്ങളുണ്ട്, വിമാനങ്ങളുണ്ട്, അതുപോലെ മറ്റ് സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അതായത് ഒരു രാജ്യത്തെ നിമിഷ നേരം കൊണ്ട് വ്യോമ മേഖലയിൽ നിന്ന് മുകളിൽ നിന്നുകൊണ്ട് ആക്രമിച്ച് നശിപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അവർക്കുണ്ട്. അത് പക്ഷെ ഏതാനും ദിവസത്തേക്കേ വരുള്ളൂ. ഇപ്പൊ ഇറാനിലെ അതുകൊണ്ട് അവർക്ക് തെറ്റുപറ്റിയത്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ദിവസം തന്നെ ഇറാനിലെ ഭരണാധികാരികളെ മുഴുവൻ കൊന്നു. അതോടുകൂടി പരമാവധി ഒരാഴ്ചക്കുള്ളിൽ എല്ലാം തീരുമെന്നാണ് കരുതിയത്. പക്ഷേ ഭരണാധികാരികളല്ല ഇറാനെ ഈ രീതിയിൽ പ്രതിരോധ മേഖലയിൽ നയിക്കുന്നത് എന്നും അതിനൊരു സിസ്റ്റം നേരത്തെ തന്നെ, അതായത് ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നും അമേരിക്ക മനസ്സിലാക്കിയത് വൈകിയാണ്. അതായത് പരമാവധി 1 മാസത്തിനുള്ളിൽ എല്ലാം അവസാനിപ്പിച്ചു പോകാനായിരുന്നു ട്രംപിന്റെ പദ്ധതി. അത് മാറി ഇപ്പോ ഇന്ന് 28 ആകുമ്പോൾ 2 മാസം പൂർത്തിയാക്കണം. 2 മാസത്തിനുള്ളിൽ തീരുമാനമാക്കണം. റിപ്പോർട്ട് കൊടുക്കാൻ, യുദ്ധം സംബന്ധിച്ചുള്ള റിപ്പോർട്ട് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ 2 ദിവസം വൈകിയത് കൊണ്ട് 30-ാം തീയതി വരെ ട്രംപിന് സമയം കിട്ടും. 30-ാം തീയതിക്ക് ശേഷം ട്രംപിന് നേരിട്ട് ഇറാനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏതായാലും അമേരിക്ക ഇറാനുമായി അടിച്ചു തുടങ്ങിയ ശേഷം അമേരിക്കയുടെ പ്രതിരോധ മിസൈലുകളിൽ വൻ കുറവ് വന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് വരുന്നത്. ഉദാഹരണത്തിന് SM-3 മിസൈലുകൾ, ഇന്റർസെപ്റ്റർ മിസൈലുകളാണ്. ഈ മിസൈലുകളുടെ ശേഖരത്തിൽ വൻ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതേസമയം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു വിഷയവുമില്ല. നമ്മുടെ യുദ്ധത്തിന്റെ തുടക്കകാലം മുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇറാൻ ചെറിയ ഡ്രോണുകളും ചെലവ് കുറഞ്ഞ ചെറിയ ചെറിയ മിസൈലുകളും, അത് ചെലവ് കുറവെന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിലാണ്. ഇറാൻ ഏതോ കാലം മുതൽ ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്ത സാധനങ്ങളാണ്, അന്നത്തെ സാധനങ്ങളാണ്. അത് ഇന്ന് പക്ഷേ ഇന്നത്തെ ആധുനിക ടെക്നോളജി വെച്ച് നോക്കുമ്പോൾ അതൊന്നുമല്ല, ഒരു ചുക്കുമല്ല. പക്ഷെ അത് തന്നെയാണ് എല്ലാ സ്ഥലത്തേക്കും ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നത്, ഇസ്രായേലിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ നേരിടാൻ അവർ പ്രയോഗിക്കുന്ന സംവിധാനങ്ങളുടെ എണ്ണം കുറയുന്നു എന്ന് പറയുമ്പോൾ, നേരത്തെ ഉള്ളതിന്റെ പകുതിയോളം എത്തി നിൽക്കുന്നു എന്ന് പ്രതിരോധ സംവിധാനം പറയുമ്പോൾ അമേരിക്കയുടെ സൈനിക ശേഷി എവിടെയാണ്, എങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. വലിയ ബോംബൊക്കെ ഉണ്ട്. ഒരു രാജ്യത്തെ ഒരൊറ്റ ബോംബിൽ തീർക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട്. വലിയ രാജ്യം തന്നെയാണ്. പക്ഷേ ഇതുപോലെ ദിവസങ്ങളോളം നിന്ന് അടിക്കാനുള്ള ആയുധ സന്നാഹങ്ങളോ അതിനുള്ള സംവിധാനങ്ങളോ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്രായേലിനുണ്ട്, പക്ഷെ അമേരിക്കയുടെ സഹായമില്ലാതെ ഇസ്രായേലിന് നിൽക്കാൻ കഴിയില്ല. അമേരിക്കയ്ക്ക് പ്രതിരോധ മിസൈലുകൾ ഉണ്ടാക്കാൻ വർഷങ്ങൾ വേണ്ടി ഒരു പെന്റഗൺ പറയുന്നത് മിസൈലുകളുടെ കാര്യത്തിൽ ആശങ്കയുണ്ട് എന്നാണ്. ഇനിയിപ്പോ പുതിയ ആയുധ ശേഖരം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനിപ്പോ നാളെ മറ്റന്നാളെ പെട്ടെന്ന് ഉണ്ടാക്കാനൊന്നും പറ്റില്ലല്ലോ. അതിന് വർഷങ്ങൾ സമയം വേണ്ടി വരും. ഉദാഹരണത്തിന് ഇപ്പൊ ഇറാൻ തകർത്തിട്ടുള്ള 2 കപ്പലുകൾ, ജെറാൾഡും അബ്രഹാം ലിങ്കനും, അത് രണ്ടും പറ്റിയിട്ടുള്ള മിസൈൽ ഏറ്റിട്ടുള്ള അറ്റകുറ്റപ്പണികൾ തീർക്കാൻ പോലും 2 വർഷം സമയം എടുക്കുന്ന പറയുന്നത്. അപ്പൊ ഈ 2 വർഷത്തേക്ക് ഇനി ആ 2 കപ്പലുകളെ ലോകത്ത് മറ്റെവിടെയും യുദ്ധമേഖലയിൽ കാണില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം ഇപ്പോ യൂറോപ്പില്, യുക്രൈനില്, അതുപോലെ പശ്ചിമേഷ്യയില്, ഇസ്രായേലില്, ഇങ്ങനെ പലയിടങ്ങളിൽ യുദ്ധം നടക്കുമ്പോൾ അവിടെയൊക്കെ സഹായം കൊടുക്കുമ്പോൾ അവർക്ക് സാമ്പത്തികമായാണ് ശരി തന്നെ, അല്ലെങ്കിൽ കാശിന് വിൽക്കുകയാണ്, അതും ശരി തന്നെ. പക്ഷെ അവരുടെ സ്റ്റോക്ക് തീരല്ലേ.
അവരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയല്ലേ അത്? ആ ഭീഷണിയാണ് പെന്റഗൺ മുന്നറിയിപ്പ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഇറാനുമായി അമേരിക്കയ്ക്ക് നേരിട്ട് യുദ്ധം തുടരാൻ കഴിയില്ല എന്നും അതിന് അമേരിക്കൻ പാർലമെന്റ് അനുമതി കൊടുക്കില്ല എന്നുമാണ് ഇറാൻ അറിയാവുന്നത്. ഇറാൻ ഈ കടുംപിടുത്തം പിടിക്കുന്നത് അതുകൊണ്ടാണ്. ട്രംപ് വിരളി പിടിച്ച് പായുന്നതും അതുകൊണ്ട് തന്നെയാണ്. ട്രംപിന് അറിയാം ഇത്തരത്തിൽ ഇറാന്റെ കളിയിൽ പെട്ടുകൊണ്ട്, കെണിയിൽ വീണുകൊണ്ട്, അതാണ് ശരി, കെണിയിൽ വീണുകൊണ്ട് അമേരിക്കയുടെ പ്രതിരോധ ആയുധങ്ങളെല്ലാം അവസാനിക്കുന്ന സാഹചര്യത്തിൽ പിന്നെ ഇസ്രായേലിനെ അമിതമായി സഹായിച്ചുകൊണ്ട്, അതിനും കാരണമുണ്ട്. കാര്യം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം 2 ദിവസം കൊണ്ട് തീർക്കുമെന്നാണല്ലോ പറയുന്നത്. അടുത്ത് കിടക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേലിനെ അറിയാമല്ലോ ഇറാൻ എന്താണെന്നുള്ളത്. മാത്രമല്ല മൊസാദ് എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും കാര്യക്ഷമതയുള്ള ചാരസംഘടന. അത് ഇറാനെ മുഴുവൻ അരച്ചു കലക്കി ട്രംപിന്റെ കാൽക്കൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപ് കരുതിയിട്ടുണ്ടാകും. പക്ഷെ ഇറാന്റെ ആയുധ ശേഖരമോ അവരുടെ ഭരണ സംവിധാനമോ അല്ലെങ്കിൽ അവരുടെ പ്രതിരോധ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നോ ആയുധങ്ങൾ ഇവിടെ സൂക്ഷിക്കുന്നോ സംബന്ധിച്ചിട്ടുള്ള യാതൊരു വിവരങ്ങളും മൊസാദ് എന്നല്ല ആർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളത് യുദ്ധം തുടങ്ങിയ ശേഷമാണ് രണ്ടു കൂട്ടരും മനസ്സിലാക്കുന്നത്. അതായത് ഇനിയും ഇറാനുമായി യുദ്ധം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അമേരിക്കയുടെ ആയുധപ്പുര കാലിയാകും, അമേരിക്ക തീരുമാനമാകും. ആ ഒരു അവസ്ഥയിൽ യുദ്ധം വേഗം നിർത്തിക്കോ എന്ന ട്രംപിന്റെ മേൽ വലിയ സമ്മർദ്ദം അമേരിക്ക ഉള്ളിൽ നിന്നുണ്ട്. ഇസ്രായേൽ അടിക്കുന്നെങ്കിൽ അടിച്ചോട്ടെ, ഇസ്രായേലിനെ കെണിയിച്ചെന്ന് തലവെച്ചു കൊടുത്ത് ഇപ്പൊ അമേരിക്ക ചാടി ഇറങ്ങിയതിന് കാരണം എന്ന് പറഞ്ഞാൽ എന്തായാലും ഇസ്രായേൽ അടിക്കുന്നുണ്ട്. 4 ദിവസം കൊണ്ട് ഇറാൻ അമേരിക്കയുടെ കാൽക്കീഴിൽ വരികയും ചെയ്യും. അപ്പൊ പിന്നെ ഇറാനെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യാം എന്നൊക്കെ കരുതി ചെന്ന് തലവെച്ചു കൊടുത്ത സംഗതി പണിപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടത് ട്രംപിന്റെ മാത്രം ഉത്തരവാദിത്വമാണ്. 30-ാം തീയതിക്ക് ശേഷം 30-ാം തീയതി സമയമുണ്ട്. അതിനുശേഷം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇനി അഥവാ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ട്രംപ് തെളിയിക്കണം, സെപ്റ്റംബർ 11 പോലെ ഇറാൻ അമേരിക്കയ്ക്ക് ഒരു വലിയ ഒരു ഭീഷണിയാണ് എന്ന് തെളിയിക്കണം. അത് പക്ഷേ സാധ്യമാവുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇസ്രായേലിന് അടിക്കാം. ഇസ്രായേല് കയറി അടിക്കുകയും അമേരിക്ക അതിനെ സപ്പോർട്ട് ചെയ്യാൻ ചിലപ്പോൾ ചെയ്തെന്ന് വരും. പക്ഷെ ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കാൻ ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ഇനി കഴിഞ്ഞോളന്നില്ല. ഏതായാലും ഇപ്പൊ അമേരിക്കയ്ക്ക് പറ്റിയ പറ്റായിരിക്കും ഈ വരുന്ന 30-ാം തീയതിക്ക് ശേഷം അല്ലെങ്കിൽ ഇനിയും യുദ്ധം തുടർന്നു പോയാൽ ഇസ്രായേലിനും വരാൻ പോകുന്നത്. അതായത് ഇപ്പോൾ അമേരിക്ക ഏകദേശം തീരുമാനമായി. ഇറാനുമായി യുദ്ധം തുടർന്നു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ കാര്യത്തിലും ഒരു തീരുമാനമാകും. ഇത് മറ്റാർക്കറിയില്ല എന്നുണ്ടെങ്കിലും ഇറാൻ അറിയാം. Different angles. Don't forget to subscribe and support this channel.